നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി ചെറുപയർ മാത്രമേ ഇങ്ങനെ മുളപ്പിച്ചൊക്കെ കഴിച്ച് കണ്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും ഒരുപാട് വിവിധ തരത്തിലുള്ള ധാന്യങ്ങൾ മുളപ്പിച്ചതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ തന്നെ കിട്ടും. അതല്ലാതെ നമ്മൾ ഗ്രോസറീസ് ഒക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴാണെങ്കിലും പാക്കറ്റിൽ ഇങ്ങനെ മിക്സഡ് ധാന്യങ്ങളായിട്ട് നമുക്ക് കിട്ടും മുളപ്പിക്കാനായിട്ട്. അതുകൂടാതെ തന്നെ ഇപ്പം പല പല ആപ്പുകൾ ഉണ്ടല്ലോ ഓൺലൈൻ വഴി. നമുക്കിപ്പം ജസ്റ്റ് പെട്ടെന്നൊന്ന് ഒരു സ്പ്രൗട്ടിന്റെ ഡിഷ് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങിക്കാനും പറ്റും. ഇവിടെ നമ്മൾ മോസ്റ്റ്ലി എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കുന്ന ഒരു സ്പ്രൗട്ട് എന്ന് പറയുന്നത് ചെറുപയർ മുളപ്പിച്ചത് തന്നെയാണ്. ചെറുപയർ ഒന്നേ നമ്മൾ സ്പ്രൗട്ട് ജസ്റ്റ് ഒന്ന് മുളച്ചു വരുന്ന സമയത്ത് തന്നെ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ലോക്ക്ഡൌൺ സമയത്തായിരുന്നല്ലോ പല പല ഡബ്ബകളിലൊക്കെ നമ്മൾ ടിഷ്യൂ പേപ്പർ, ചകിരി ഇതൊക്കെ വെച്ച് പയറൊക്കെ മുളപ്പിച്ച് കുറച്ച് ഇലകളാകുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്നതൊക്കെ ഒരുപാട് വീഡിയോസ് ലോക്ക്ഡൌൺ സമയത്ത് ഇറങ്ങി. അതൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുമുണ്ട്. അതിനു മുമ്പ് തന്നെ ഞാനിങ്ങനെ ചെറുപയർ മുളച്ച് കിട്ടുമ്പം ചിലപ്പോൾ ചട്ടിയിലൊക്കെ എടുത്തിട്ടിട്ട് വളർത്തി ഗ്രില്ലിലൊക്കെ പടർത്തി ഇല എടുത്തിട്ട്, ഒരു തോരനൊന്നും മുഴുവൻ കിട്ടില്ല, കുറച്ച് ഇലയെ കാണുള്ളൂ, നമ്മൾ പരിപ്പൊക്കെ ചേർത്ത് അങ്ങനെ തോരനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ കാണുന്ന വീഡിയോസൊക്കെ നമ്മളെല്ലാം ട്രൈ ചെയ്യുമായിരുന്നു. ഒരുപാട് ട്രൈ ചെയ്ത ഒരു ഐറ്റമാണ് ഈ പയറിങ്ങനെ മുളപ്പിച്ച് ഇലയോടുകൂടി ഇല വന്നു കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കഴിക്കുന്നത്. പിന്നെ ബിസ്ക്കറ്റ്, ബ്രെഡ് ഇതൊക്കെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക്, ഇതൊക്കെ ലോക്ക്ഡൌൺ സമയത്ത് എല്ലാവരും ഉണ്ടാക്കുന്ന വിഭവങ്ങളൊക്കെ ആയിരുന്നല്ലോ. പക്ഷെ ചെറുപയർ മുളപ്പിച്ചത് ഇങ്ങനെ ഒരു ഇലയൊക്കെ വരുന്നതിന് മുമ്പുള്ള ആ ഒരു സ്റ്റേജിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മുളയൊക്കെ പൊട്ടി വരുന്ന സമയത്ത് തന്നെ അടുത്ത ദിവസം തന്നെ എടുത്ത് ഉപയോഗിക്കുകയാണ് പതിവ്. ഇതിപ്പം ഞാനൊരു ജസ്റ്റ് 2 ദിവസം കൂടെ ഒന്ന് വൈകിപ്പോയി അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഈ ഒരു സ്റ്റേജിലാണ് അത് കണ്ടപ്പം നല്ലൊരു ടെക്സ്ചറൊക്കെ ആയിട്ട് നമുക്ക് തോന്നി. ഇനി ഉണ്ടാക്കി നോക്കുമ്പം എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു. ആദ്യം ഞാൻ ഓർത്തു ആ ഒരു സ്പ്രൗട്ടിന്റെ മുളച്ചു വരുന്ന സ്റ്റേജ് ഒക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി നല്ലത് വേറൊരു പണ്ടത്തെ പോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഡബ്ബയിലോട്ടോ അല്ലെങ്കിൽ ചട്ടിയിലോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഇലയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാലോ എന്നും ഓർത്തു. പിന്നെ ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, അത് കണ്ടപ്പോൾ ഒരാഗ്രഹം. നമ്മളെപ്പോഴും നാട്ടിലൊക്കെ ചെറുപയർ വെക്കുന്നത് പോലെ തന്നെ ഉള്ളി ചതച്ചതും, ഇവിടെ ഇപ്പം ഞാൻ ഉള്ളിയല്ല സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് മിക്സിയിൽ ഇട്ട് ക്രഷ് ചെയ്തെടുത്തില്ല, ചതച്ചെടുക്കുകയായിരുന്നു. അതും പിന്നെ നമ്മൾ വറ്റൽമുളക് ചതച്ചതും ഒരു കുറച്ചൊരു പിടി കുരുമുളക് ചതച്ചതും ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്താണല്ലോ നമ്മൾ സാധാരണ ഒരു സിമ്പിൾ ആയിട്ട് പയറ് തോരൻ വെക്കുന്നത്. ചെറുപയർ ഇങ്ങനെ കുറച്ചധികം കിളിർത്ത് വന്നതുകൊണ്ട് ആ ഒരു അരിപ്പയുടെ താഴോട്ട് കിളുത്ത് വന്നിട്ടുണ്ടായിരുന്ന ആ വേര്, നാര് പോലുള്ള ആ ഒരു വേര് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ അതിന്റെ തണ്ടും ആ ഒരു പയറും പിന്നെ ചെറുതായിട്ട് ഇല വരുന്നുണ്ടായിരുന്നു, ആ ഒരു ഇലയും എല്ലാം കൂടെ ചേർത്തിട്ടായിരുന്നു ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ചെറുപയർ മുളപ്പിക്കുമ്പോൾ ഞാൻ ഇതുപോലെ അരിപ്പയിലൊന്നും എടുത്ത് വെക്കാറില്ല, പാത്രത്തിൽ തന്നെ വെച്ച് അടച്ചു വെച്ചിട്ടാണ് ചെറുപയർ മുളപ്പിച്ചെടുക്കുന്നത്. ഇപ്രാവശ്യം അത് കാണാൻ നല്ലൊരു ചില വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, അരിപ്പയിൽ ഇങ്ങനെ ചെറുപയർ വെച്ചിട്ട് അതിങ്ങനെ കിളിർത്ത് വരുമ്പോൾ കാണുന്ന ആ ഒരു ഭംഗി കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ. സാധാരണ അങ്ങനല്ല ഞാൻ ചെറുപയർ മുളപ്പിക്കുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചതച്ച ഉള്ളിയും പിന്നെ വറ്റൽമുളക് ചതച്ചതും കുരുമുളക് കുറച്ച്, ഇതൊക്കെ എരിവനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ. കുറച്ച് കുരുമുളക് ചതച്ചതും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചൊരു കളറിന് വേണ്ടി മാത്രം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. കാരണം വറ്റൽമുളകും കുരുമുളകും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല എരിവ് ഉണ്ടാകാറുണ്ട്. അത്രയുമാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ സ്പ്രൗട്ടുകളൊക്കെ നമ്മൾ ഒത്തിരി വെള്ളത്തിൽ വേവിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഗുണം പോകും എന്നാണ് പറയുന്നത്. സലാഡൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ ചിലപ്പം പച്ചയ്ക്ക് തന്നെ അങ്ങനെ ആ മുളപ്പിച്ച പയറൊക്കെ കഴിക്കാറുണ്ട്. ഇത് പിന്നെ ഒരു കറിയായിട്ടായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ആ മസാലയിൽ ഒഴിച്ച്, സ്വല്പം വെള്ളം മാത്രം ഒഴിച്ച് തിളച്ചിട്ട് ആ തിളച്ച വെള്ളത്തിൽ പയറിട്ട്
തോർത്തി എടുക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ ഈ സ്പ്രൗട്ട് മസാല ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞപ്പം എന്തായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വിചാരിച്ച് ചൂടോടെ എടുത്ത് കഴിച്ചു നോക്കിയപ്പം നമ്മുടെ വാഴക്കൂമ്പ് കൊണ്ട് നമ്മൾ തോരനുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് ആയിരുന്നു തോന്നിയത്. പിന്നെ കുറച്ച് തണുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യസ്തമായ ഒരു രുചി തന്നെയായിരുന്നു ഇതിന്. ലാസ്റ്റ് ഒരു ഡെക്കറേഷൻ വർക്കിന് വേണ്ടിയാണ് കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ വറുത്ത് കറിവേപ്പിലയും കൂടെ ഒക്കെ ചേർത്തെങ്കിലും ആ പയറിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ടും എല്ലാ ആഴ്ചയും ചെറുപയറൊക്കെ മുളപ്പിക്കുമ്പം അതിൻ്റെ ഈ ഒരു സ്റ്റേജിൽ തോരൻ വെക്കാനാണ് ഇപ്പം തോന്നുന്നത്.